ഹലോ കൂട്ടുകാരെ, ക്രിസ്മസ് അടുക്കാനായില്ലേ? ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് അല്ലേ? ഈ ഒരു ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് കരോളാണല്ലേ. പള്ളിയിൽ നിന്നും യൂണിറ്റിൽ നിന്നും അൾത്താര സംഘത്തിൽ നിന്നും വക കരോള് ഒക്കെ ആയിട്ടും നമ്മുടെ ചുറ്റും പാട്ടും ആഘോഷങ്ങളും ആരവങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റിലും കേൾക്കുന്നത്. കരോളിൽ ഒത്തുകൂടിക്കൊണ്ട് അവരുടെ സന്തോഷത്തിൽ ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് വന്ന് അവരുടെ സന്തോഷം നമ്മളോടൊത്ത് പങ്കിട്ട് മധുരം നൽകി അവരുടെ സന്തോഷത്തിൽ നമ്മളെ പങ്കുകാരാക്കുകയാണ് ഈ കരോൾ വഴി അവർ ചെയ്യുന്നത്. ആ ക്രിസ്മസിൽ തന്നെ ആ കൂട്ടായ്മയിലൂടെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും കൂട്ടായ്മയിൽ നിന്നും നമ്മൾ വേറിട്ടാണ് നിൽക്കുന്നത്. ആദിമ ക്രൈസ്തവരെ പോലെ ഒന്നു ചേർന്ന അപ്പം മുറിക്കൽ കൂട്ടായ്മ, ഇതൊക്കെയാണ് ആദിമ ക്രൈസ്തവരുടെ പ്രധാന കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് പോലും കൂട്ടായ്മ, അപ്പം മുറിക്കൽ ഇതുപോലും ഇല്ലാത്ത അവസ്ഥ, ആകെ ഭിന്നി ചിതറി കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ സന്തോഷങ്ങളിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താതെ നമ്മൾ തന്നെയാണ് ആ സന്തോഷത്തിൽ സന്തോഷിക്കുന്നത്. നമ്മുടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 113:1. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. നമ്മളോട് ഈശോ പറയാണ്, എല്ലാവരും ഒന്നിച്ച് അവരുടെ സന്തോഷത്തിൽ, എല്ലാവരും സന്തോഷത്തിൽ പങ്കുകാരാക്കാനാണ് നമ്മുടെ ഈശോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കൊന്നിച്ച് സന്തോഷം പങ്കിട്ട് എല്ലാവരുമായി ആ കൂട്ടായ്മയിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് സന്തോഷത്തിൽ പങ്കുചേരും. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.